ഹായ് ചെങ്ങിമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ എണീറ്റൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇത് പോകാൻ വേണ്ടി പറ്റും. എന്തൊക്കെ ചെയ്യാം, ഓരോരോ ദിവസം ഓരോരോ തടസ്സം. ഇന്ന് 8:05 അതായത് ചായ കുടിക്കട്ടെ. 8:06 ഞാൻ ഈ സാധാരണ നേരത്തെ എന്തായാലും നമ്മൾ എണീക്കലില്ല. നമ്മൾ ഇങ്ങനെ വീട്ടിൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുള്ളൂ 9 മണി അല്ലെങ്കിൽ 9:30. ചെയ്യുന്നതല്ല 8:10 രാവിലെ ദോശയുണ്ട്, രണ്ട് ദോശയൊക്കെ ഇവിടെ. മുട്ടക്കറിയുണ്ട്, മുട്ട റോസ്റ്റർ, മുട്ട കൊണ്ട് ഉണ്ടാക്കിയൊരു കറി. അപ്പോൾ ഇതും കൂട്ടി കഴിച്ചിട്ടേ രാവിലെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിക്കാൻ കഴിയൂല. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 2 ദോശയും തിന്നാൻ വെച്ചിട്ടില്ല, പക്ഷെ കഴിച്ച് പോയിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതേ ട്രിപ്പ് ഏതെങ്കിലും തിന്നാത്ത മാതിരി ആയി കഴിഞ്ഞാൽ പിന്നെ പണിയായി. അരി എണീറ്റിക്കണമെന്ന് റെഡി ആയില്ലേ, അപ്പോൾ അതാണ് അവളൊന്നും ഉൾപ്പെടുത്താത്തത്. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഈ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താലും ഷെയർ ചെയ്യാനും മറക്കാതെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, യാത്രയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ട്രാവലിംഗ് ബ്ലോഗായിരുന്നു. പക്ഷേങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വന്നു, അടുത്ത യാത്ര പോകുന്നത് വരെയുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഒരു ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പായിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതുവരെ വീഡിയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമ്മളെ മറന്നു പോകും. നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ പോകും എന്നൊക്കെ കരുതിയിട്ടാണ് ഇത്തരത്തിൽ ചെറിയ വീഡിയോകളിൽ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നു, ഇത് വേണ്ട എന്ന് പറയുന്ന ഒരു നിമിഷം ഇത് വേണ്ടാന്ന് വെക്കും. കാരണം ഈ വീഡിയോകൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ എന്നൊക്കെ പറയുന്നത് ഒന്നില്ലെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടാവും, നല്ല കാഴ്ചകൾ നിങ്ങളെ കാണിക്കണം, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണ്ടാവും. ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇടങ്ങേറ്. ഏതായാലും ഞാൻ കുപ്പായിടാതെ നടക്കണ ഒരു വീഡിയോയിൽ എടുക്കില്ല എന്ന് പറഞ്ഞു. അവൾ കുപ്പായിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, പറയാൻ വന്ന കാര്യമൊക്കെ മറന്നുപോയി. ഏതായാലും ഞാൻ ചായ പിടിച്ച് പോട്ടെ. ബാലേട്ടൻ എങ്ങനെയുണ്ട്? ഓട്ടണ്ട വൈകുന്നേരം എടുത്തിട്ടില്ല, വൈകുന്നേരം കിട്ടിയില്ല. പേര് ഇത് ഇന്നലെ രാത്രിയല്ലേ കണ്ട്, രാവിലെ ഉണ്ടോ ഇതല്ല വൃത്തിക്ക് കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് മനസ്സിലാവില്ല എല്ലാവർക്കും. ഇതാണ് ഡ്രാഗനാണ്, വേണ്ടോ ഡ്രാഗനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയ സമയം കറക്റ്റ് 8:30. ചായയും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12ാമത്തെ വണ്ടി. തട്ടൽറ്റിന് തുടങ്ങല്ലേ, തുടങ്ങാം. അങ്ങാടിയിലെ എവിടേക്ക്? ആര്? അങ്ങാടിയാ? മനസ്സിലായി. നാട്ടിൽ നിന്ന് ഇപ്പോൾ പോന്നിട്ടുള്ളൂ. ഇവിടെ കയറി കഴിഞ്ഞിട്ടും പോലും നമ്മൾ എടുത്തിട്ടില്ല. ശരി, നാട്ടിലേക്ക് തന്നെ പോകാനാണ്. പിന്നെ ഞാൻ മറന്നുപോയ സംഭവം എന്ന് പറഞ്ഞാൽ 2-3 വീഡിയോകൾക്ക് മുമ്പ് 2-3 പേര് എന്നോട് ഇവിടെ പേര് പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ ഞാൻ മറന്നു പോയതാണ്. മുഹമ്മദ് ഹനീഫ അലി അക്ബർക്ക ഒന്ന്, പിന്നെ ജോയൽ വിജയകുമാർ, പിന്നെ ഷിഹാബ് അയനിക്കോട്, കോഴിക്കോട് ചെലവൂർ അഖില്. ഇത്രയും പേർക്ക് ഞാൻ നിങ്ങളുടെ പേര് പറയണമെന്ന് ഞാൻ എന്താ പറയുക കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് കരുതുന്നുണ്ട്. പക്ഷേ എങ്കിൽ മറന്നു പോവാണ്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അന്ന് കമൻറ്റ് ചെയ്തെന്ന് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മറന്നതാണ്, ക്ഷമിക്കണം. ഞാൻ പേര് പറയാൻ നിങ്ങൾക്ക് റീപ്ലൈ കമൻറ്റിൽ തന്നതാണ്, പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ എന്താ പറയുക, നമ്മളൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതുപോലെ ആയിരിക്കും.
അതിനപ്പുറത്തേക്ക് മാറ്റങ്ങൾ വരുന്നത് ഇതുപോലത്തെ മറന്നു പോകുന്ന ചില്ലറ കേസുകളാണ്. അത് നമ്മൾ മനുഷ്യരല്ലേ, അങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഓക്കെ, അതായത് ഞാൻ ആ ട്രിപ്പ് പോയി എടുക്കാം കേട്ടോ. എന്നിട്ട് സ്റ്റാൻഡിലേക്ക് തിരിച്ചു വരാം. നാട്ടിൽ നിന്ന് ഇവിടുന്ന് അങ്ങാടി കൊണ്ടുവരാണ്. പോയോ നേരെ ട്രിപ്പ് പോകുന്നതാണ്. ഇത് ഷർഫിയ ഓഡിറ്റോറിയം വണ്ടൂർ. ട്രിപ്പ് പോരാന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് എടുത്തിരുന്ന പണിയാണ്. ഇത് നാസറാക്ക എൻ്റെ ഗുരുനാഥനാണ്. ലൈറ്റ് ഇല്ലല്ലേ നാസറാക്ക? ലൈറ്റൊക്കെ ഇട്ട ലേറ്റ് ചെയ്യാം. ശരിയാ, ഓഡിറ്റോറിയം ഹാളാണ് കേട്ടോ. ഇവിടേക്ക് നമുക്ക് നാസറാക്കി ലാഡർ കൊണ്ടുവന്ന് ഇവിടെ എന്തോ ചില്ലറ പണികളുണ്ട്. ഇത് കഴിക്കുകയാണ് നിങ്ങൾ പൊളിച്ച ആർട്ടിഫിഷ്യലാ ഉണ്ടോ? പ്ലാസ്റ്റിക് പൂ. ഇത് ഞങ്ങളുടെ കടൻ്റെ പേര് സുമംഗലി ഡെക്കറേഷനാണ്. വണ്ടൂർ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ നമ്മൾ എന്താ പറയുക, എല്ലാ ഓഡിറ്റോറിയങ്ങളിലും സ്റ്റേജും അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ എടുക്കുന്ന ടീമാണ് നമ്മൾ. ഇപ്പം ഞാൻ പക്ഷേ വർക്കിനൊന്നും പോക്കില്ല. അവിടെ മുതലാളിൻ്റെ ബോർഡൊന്നുമില്ല ഇപ്രാവശ്യം. അങ്ങനെ അത് ഓഡിറ്റോറിയംകാർ എടുക്കുന്നത്. നമ്മുടെ പേരിലല്ല ഇപ്പോൾ ഈ വർക്കുള്ളത്. നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലേ, കൊട്ടേഷൻ വരെ എടുക്കും. അതൊക്കെ കണ്ട, അതൊക്കെ സാധാരണ സിമ്പിൾ മോഡലാണ്. ഇത് മാത്രമൊന്നല്ല, ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് മാറിയില്ലേ ശ്രക? പിന്നെ മോഡൽ എത്രയോ മാറി. ഇതൊക്കെ എന്താ സാധനം? ഇതൊന്നും ഞാൻ ഉള്ളതൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് റൂം കാണിച്ചു തരാമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ റൂമിൽ നിൽക്കാനുള്ളൊരു സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇത് പൊളിച്ച് മൂപ്പർക്ക് ഫ്രീ ആവേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സമയം കിട്ടിയില്ല. അല്ലാന്നാണ് ഈ ഞങ്ങളെ റൂമിലത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. അത്രയധികം സാധനങ്ങളുണ്ടാവും. ശ്രക ഞാൻ പോവാട്ടോ. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കുള്ള പരിപാടി തന്നെ ഉള്ളല്ലോ, ഈ ബോർഡല്ലല്ലേ? എപ്പോഴേക്ക് കഴിയും? മര്യാദയ്ക്ക് എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ലോഡിങ് അടക്കം. ഞാൻ പോവാ. മീൻ പിടിച്ചാൽ പോകണ്ട നമുക്ക് പോയേക്ക്? തുടങ്ങണേ, നിങ്ങൾ പറയൂ വിളിച്ച് കേട്ടോ. ഞാൻ പോയിട്ടോ. നമുക്കൊരു 40 റുപ്യൻ്റെ ട്രിപ്പ് നമ്മളെ മുതലാളി തന്നതാണ്. മീൻ പിടിക്കാൻ ഞാനും നാസറാക്കൊക്കെ പോകാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഇന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്ന പ്രായക്കാരൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, എന്നോട് ബന്ധമുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാസറാക്കാൻ്റെ പ്രായമുള്ള ആളുകളുണ്ട്, നാസറാക്കാൻ്റെ മകനുണ്ടാവും ചിലപ്പോൾ എൻ്റെ കൂടെ. അങ്ങനെയൊക്കെ എന്താ പറയുക, അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെത്. ഏട്ടനും അനിയനും എൻ്റെ ഫ്രണ്ട്സാണ്, പക്ഷെ അവർ തമ്മിൽ ഒപ്പം നടക്കില്ല, എൻ്റെ കൂടെ നടക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും എനിക്ക് ഫ്രണ്ട്സാണ്. എല്ലാവരോടും ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കാറ്. എന്ന് കരുതി എൻ്റെ കൂടെ എന്നും ഒരാളായിക്കോളണമെന്നില്ല. അത് പറഞ്ഞാൽ പല ആളുകളാവും. സ്റ്റാൻഡിൽ പോവാം. ഞാൻ പറഞ്ഞില്ല, രാവിലെ വന്നിട്ടായിരിക്കും എൻ്റെ കമൻറ്റ് നോട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റിൽ ഇന്നും നമ്മളുടെ ഒരു പയ്യുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന, നമ്മുടെ കമൻറ്റ് ബോക്സ് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്തുന്ന കോഴിക്കോട് നിന്നും ആരാണ്? കോഴിക്കോട് നിന്നും അർജുൻ. വിഷ്ണു ചേട്ടാ പേര് പറയാൻ വെച്ചിട്ട് തീർച്ചയായിട്ടും അർജുന സുഖമല്ലേ? പിന്നെ അതുപോലെ എൻ്റെ ഒരു നാട്ടിലെ ഫ്രണ്ടുണ്ട് ബഷീർ. അപ്പോൾ വിദേശത്താണ് അവനും തന്നെ കമൻറ്റിൽ എൻ്റെ പേര് പറയാം, എന്താ ബഷീറേ? തീർച്ചയായിട്ടും ബഷീർ എൻ്റെ ഫ്രണ്ടാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ബഷീർ എല്ലാ ദിവസവും അവൻ്റെ ഒരു കമൻറ്റ് ഉറപ്പിക്കാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് സപ്പോർട്ടിനും ഒരുപാട് സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. അതുപോലെ തന്നെ പേര് പറഞ്ഞത് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം യാത്രയിലല്ലല്ലോ. യാത്രയിലാവുമ്പോഴാണ് നമുക്ക് പലതരം ബുദ്ധിമുട്ടും വരില്ല. ചിലപ്പോൾ എനിക്ക് പറഞ്ഞത് ശ്രദ്ധിക്കാൻ പോലും പറ്റാറില്ല. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാവുമ്പോൾ സന്തോഷം ഉണ്ടെന്നാണെങ്കിൽ അതിനൊക്കെ വലിയ സന്തോഷമാണ് എനിക്ക്. നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ ലൈക്കും, നിങ്ങളുടെ ആ വ്യൂസൊക്കെ, സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇങ്ങനെ തള്ളി വിട്ടാൽ ഞാൻ പിന്നെ അങ്ങനെ പോയിക്കോളും. പിന്നെ ഈ നേരം വരെ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും കൊട്ടയിൽ നിൽക്കുകയാണ്. ഇല്ലല്ലേ? കളിയില്ലല്ലോ? അതിനെടുത്തോ? കഴിഞ്ഞിട്ട് കിട്ടിയോ? ഇല്ലേ? ആവട്ടോ, കഴിഞ്ഞിട്ട് കിട്ടിയില്ല. ഞാനിവിടെ ഒരു 90 റുപ്യക്ക് ഓടി. ഞാനിവിടെ നമ്മുടെ ബെഞ്ചുമ്മ അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കാം, ഇവിടെ നിന്ന് വണ്ടി പോകുമ്പോൾ പോയി തള്ളാം. ഫസ്റ്റ് ഗ്യാപ്പിലാണ് ചെങ്ങന്മാരെ, പക്ഷേങ്കിൽ ഭയങ്കര ബ്ലോക്കാ. സൈഡിലൊന്നും ആളുണ്ടെങ്കിൽ കാണൂല. എന്താ പറ്റിയറില്ല, ബ്ലോക്കാണ്. ഏതായാലും ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരിലൊക്കെ വന്ന് കൊണ്ടുപോട്ടെ. നമ്മളെ കൊണ്ടുപോകും, ടൈം എടുക്കും. ഈ വണ്ടിയൊക്കെ പോകണ്ടേ. അങ്ങനെ മക്കളെ, നമ്മൾക്ക് ഏറെ നേരം ഇരിക്കേണ്ടി വന്നില്ല.
നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടി, ഒരു ഓഡിറ്റോറിയത്തിലേക്കാണ്. ഇന്നിപ്പോൾ ഓഡിറ്റോറിയം തന്നെയാണ് നമ്മുടെ കളികൾ അല്ലേ. ഇത് ഏതാണ്ട് 60 രൂപയുടെ ട്രിപ്പായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ 150 രൂപ ആ ഒരു റേഞ്ചിൽ ഓടി നിൽക്കുന്ന ഒരു സമയമാണ്. 10:20 നേരമായി. 10:20 നേരത്ത് നമ്മൾ ഓടി നിൽക്കുന്നത് 150 രൂപ. ഈ 150 രൂപ 10:50 നടക്കുക കേട്ടോ. ഒരു മടക്കമുണ്ട്, അതുകൊണ്ട് കേട്ടോ. മക്കളെ ഒരു ട്രിപ്പ് പോണതാണ്. എന്താ പറയാ, ഒരു 70 രൂപ പോയിന്റായിരുന്നു. 70 രൂപ പോയിന്റിലേക്ക് പോണതാണ്. അതാണെങ്കിൽ ഒരു കുത്തനുള്ള കയറ്റേ കയറിയിട്ട് വേണം പോരാ. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ 70 രൂപ കൂടി കിട്ടിയത്. 150ഉം 70ഉം അയ്യോ 220 രൂപയുടെ ഓട്ടം നമ്മൾക്ക് കിട്ടിയിട്ടോ. കൊള്ളാം. പക്ഷേങ്കിൽ സമയം 11 മണിക്ക് 10 മിനിറ്റ്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റല്ല. 10:50 എന്തുകൊണ്ട് തെറ്റ്? സബ്സ്ക്രൈബറാ? വീഡിയോ ഷൂട്ടിങ്ങിലാണ്. പണിയില്ല. എന്താ കട്ട ഒതുക്കേ? ആ എന്താ പേര്? ആ കൈ മറച്ച് മണ്ണെന്നാലും. എവിടെ സ്ഥലം? എവിടെ? കാളിയാവോ? ആ തന്നെ, ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ. മൂപ്പര് നമ്മളെ സബ്സ്ക്രൈബറാണ്. അപ്പൊ മൂപ്പരെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടോ? അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പോകും. മൂപ്പര് പേര് പ്രജീഷ് എന്നാണ്. കളികാവാണ് വീട്. മൂപ്പര് വൈഫിന്റെ വീട് ഇവിടെ ഞങ്ങളുടെ അയനിക്കോട് എന്ന് പറയുന്നത്, ചെറുകോടിന്റെ അപ്പുറത്തുള്ള സ്ഥലമാണ് അയനിക്കോട് എന്ന് പറയുന്നത്. നമ്മുടെ പാണ്ടിക്കാട്ടിലേക്ക് പോകുന്നതിന് അടുക്കായിട്ട്. എന്താ പറയാ, ചേച്ചിയും ഏട്ടനൊക്കെ വീഡിയോ കാണലുണ്ടെന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ചേച്ചിക്ക് ഇതിൽ നല്ല ഹായ് ഉണ്ട്. ചേച്ചിയും കൂടെ ഇരുന്ന് കാണലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരട്ടം പോയിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ അയനിച്ചക്ക ഉണ്ട്. അയനിച്ചക്ക നമുക്ക് വരുന്നത് നെല്ലിയാമ്പതി ഭാഗത്തു നിന്നൊക്കെയാണ്. നമുക്ക് വെറുതെ വില ഒന്ന് ചോദിച്ചു നോക്കാം. വെറുതെ നമുക്ക് എങ്ങനെയാണ് കിലോന് വരുന്നത് എന്നുള്ളത്. ഇതാണ് ഈ അയനിച്ചക്ക എന്ന് പറയുന്ന സാധനം. ഇയാളുടെ നമുക്ക് വില ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ അവസ്ഥ അറിയാലോ. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ആളെ. അയനിച്ചക്ക ഒരു 2 എത്ര പോവും? നോക്കി എങ്ങനെ കിലോന്? 280. നല്ല പഴുത്തത് നോക്കിയിട്ട് 2 ഇന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. 280 2 നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതൊരു 100 രൂപയ്ക്ക് അല്ലേ? 370 ഗ്രാം 100 രൂപയ്ക്കുള്ള സാധനം ഉണ്ട്. അത് 2 വാങ്ങിക്കാം. ഇത് എവിടെ നിന്ന് കൊണ്ടുവരണ ഞങ്ങള്? നമുക്കറിയില്ല, നമുക്കിത് ഇറക്കി തന്നെ സാധനമാണ്. കറക്റ്റായിട്ട് എവിടെയെന്നുള്ളത് അറിയില്ല അല്ലെ? നെല്ലിയാമ്പതി ഭാഗത്തുനിന്നാണ് വരുന്നത് അല്ലേ? പാലക്കാട് ആ ഭാഗത്തുനിന്നാണ്. അയനിച്ചക്ക എന്നുള്ളതിന്റെ പേര് അയനിച്ചക്ക എന്ന് പറയും, ആനിച്ചക്ക എന്നും പറയും. ആനിൽച്ചക്ക അല്ലെ? നമ്മുടെ ഇവിടെയൊക്കെ അയനിച്ചക്ക, അത് എറണാകുളം തൃശ്ശൂർ അങ്ങോട്ടൊക്കെ ആനിൽച്ചക്ക എന്ന് പറയും. ആനിൽച്ചക്ക ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ അപ്പം അയനിച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതിന് ആനിൽച്ചക്ക എന്നും എറണാകുളം കോട്ടയ ഭാഗത്തൊക്കെ അങ്ങനെ പറയാന്ന് പറഞ്ഞു. പാലക്കാട് ഭാഗത്ത് നെല്ലിയാമ്പതി എന്നാണ് ഈ സാധനം വരുന്നത്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തില്ല, ഇതുവരെ കഴിച്ചില്ല. ഇതിങ്ങനെ കാണുന്നല്ലാതെ നമുക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ട് ആര്യക്ക് കൊടുക്കും ചെയ്യാം, നമുക്കൊന്ന് കഴിക്കാമല്ലോ. എന്താ അവസ്ഥ അറിയാം. അത് നന്നായിട്ട് പഴുത്തുണ്ട്. അപ്പോൾ ശരിക്കും എടുത്ത് വെക്കണം, അല്ലാതാണെങ്കിൽ പൊട്ടിപ്പോന്ന് പറഞ്ഞാൽ കവറിലും അല്ലാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണ്ടാവും. ഇവിടെ വെക്കാം. സീറ്റിന്റെ അടിയിൽ നല്ല ഗ്യാപ്പാണ്. എന്നാ പിന്നെ ഞാൻ പോയോട്ടെ. ആ നിൽക്കുന്ന കാറുണ്ടല്ലോ, ആ കാറിന്റെ ചോട്ടില് 3 നായ്ക്കൾ കിടക്കണം. അപ്പോൾ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തി പോയി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, വണ്ടീൻ്റെ ചോട്ടിക്ക്. ഇതിപ്പോൾ അവന്മാർ ഇറങ്ങിപ്പോ ഞാൻ അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ സുഖത്തിലുള്ള കിടത്താണ്. പല സുഖത്തിലുള്ള കിടത്തം ചിലപ്പോൾ സ്വീപ്പാവും. അതായത് ഒരു നീച്ച് പോയുമ്പോൾ ഒരാൾ സുഖം ഞാൻ കളയാവുള്ളൂ. ഓലെ ശാപം വാങ്ങാൻ വയ്യ. അതിൻ്റെ ചോട്ടിൽ കിടക്കുമ്പോൾ സുന്ദരമായിട്ട് 3 ആളുണ്ട്. എന്തോ ആലോചനയിലാണ്. പിന്നെ നമ്മുടെ ഈ ക്യാമറയുടെ ഫിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ സ്റ്റാൻഡിൽ ക്യാമറ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇതിട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അത് പൊട്ട് മാത്രമല്ല, എൻ്റെ ഇവിടെ ഒരു മുറിയായി. പൊട്ടിയ ടൈമിൽ എൻ്റെ ഇവിടെ ഒരു മുറിയായി, 2 മുറിയായി.
പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ആരും ഇവിടെ ചായക്ക് ഇത് പൊട്ടി. ഇതിപ്പോൾ വേറെ ഉണ്ടോ നോക്കാം. മഴ പെയ്ത് ഞങ്ങൾ നമ്മൾ പൊട്ട് ഒരു പൊറാട്ട ഒരു ചായയും കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് മഴ പെയ്തു പോയാൻ വേണ്ടി പെട്ടോ പോകാൻ കഴിയില്ലേ? മഴ നനയോ പെട്ടോ? പൊറാട്ട ഇവിടെ ഇടാണോ? ക്യാമറ യൂട്യൂബിൽ വീഡിയോ ഇടാൻ. ആ പൊറാട്ട സാറായിക്കോട്ടെ. അടി കുറവുണ്ട് കേട്ടോ. അടി കുറക്കണ്ട. പൊറാട്ട ഇങ്ങനെ അടിച്ചണം. മൂപ്പര് നന്നായിട്ട് അടിച്ചു. മൂപ്പര് പൊറാട്ട അടിപൊളി. എന്നാ പോട്ടോ. മഴ കൊള്ളാതെ രക്ഷപ്പെട്ട് പാഞ്ഞു പോണം. വണ്ടിക്ക് കറക്റ്റ് ഇട്ടിട്ടില്ല. സാധനത്തിൻ്റെ പേരെന്താ അറിയാം? മഴ ഉള്ളല്ലേ. എടുത്ത് തിന്നാനൊന്നും പാടില്ല കേട്ടോ. കാരണം എൻ്റെ തന്നെ ആകെ 2 ഉള്ളൂ. ഞാൻ അതിൻ്റെ പേരറിയാം. നമ്മളിവിടെ കാണാത്ത, കണ്ട് വരാത്ത, കണ്ട് കിട്ടാത്ത റംബുട്ടാൻ്റെ മാതിരി അല്ലേ? നിങ്ങളൊക്കെ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായി വേണ്ട? 50 മുട്ടി. 50 വയസ്സായ മണിയാട്ടിന് പോലും ഈ സാധനത്തിന് വലിയ പരിചയമില്ല കേട്ടോ. ഇത് നെല്ലിയാമ്പതി പാലക്കാട് ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താ അറിയില്ല. ഞാൻ റോട്ടിൻ്റെ വക്കിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അയിനിച്ചക്ക എന്നാണ് ഒരു പറഞ്ഞ എന്നോട്. മുള്ളൻചക്ക നമ്മളവിടെ പണ്ടുള്ളതായിരുന്നു. മുള്ളൻചക്ക ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഇതേ കുട്ടിയൊക്കെ കൊണ്ടുപോയി നോക്കട്ടെ. ഇതിൻ്റെ പേരെന്താ അറിയോ? ഈ സാധനത്തിൻ്റെ പേരാണ് എനിക്ക് വേണ്ടത്. ഇത് തരാൻ എൻ്റെ കയ്യിലില്ല. ആഞ്ഞിലിച്ചക്ക അല്ലേ? ടേസ്റ്റ് ആണോ? അതാണോ? ആ 280 ആണെങ്കിലും ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. അതുവരെ കഴിച്ചു നോക്കിയില്ല. എന്താ എന്തൊക്കെ അറിയാം? ആഞ്ഞിലിയാണല്ലേ? അയിനിച്ചക്ക അല്ല. അന്ന് അയിനിച്ചക്കയും പറയണ്ട് ഇതിനെ. അങ്ങനെ ആവതാവും. അതാണ് മരം. ആഞ്ഞിലിയാണ് മരം. ആഞ്ഞിലിയും ഉണ്ടാവണ സാധനം ആയതുകൊണ്ട് ആഞ്ഞിലിച്ചക്ക. ഒരു ചക്കേന്റെ രൂപത്തിലുള്ള ചോളയൊക്കെ ചക്കച്ചോള ആണേ. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ ആണോ? ആ ഓക്കെ. ഒരു നെല്ലിയാമ്പതി വന്നാ ആഞ്ഞിലി ചക്ക കേട്ടോ. ആഞ്ഞിലി 280. ആ ഇത് 2 100 രൂപ. ഇതൊക്കെ നമ്മളെ ഓട്ടോക്കാർക്ക് താങ്ങണ കേസല്ലത്. രാവിലെ വരെ ഓടിയത് 100 രൂപ. അത് ഭാഗം വേറെ, ഇത് ഭാഗം വേറെയാണ് അല്ലേ? ഞാനിപ്പോൾ ഒരു ട്രിപ്പ് പോന്നു. 40 രൂപ പോയിന്റാണ്. ആ പൈസയാണ് എൻ്റെ കയ്യിലുള്ളത്. 40 രൂപ. അപ്പോൾ അവരിവിടെ ഇറങ്ങുന്ന നേരത്ത് കുറച്ച് പ്രായമായിട്ടുള്ളൊരു ആളാണ്. ഇറങ്ങിയ നേരത്തെ എന്നോട് പറഞ്ഞു ഞാൻ 30 രൂപയാണ് കൊടുക്കല് എന്ന് പറഞ്ഞു. ഞാൻ എത്ര ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു 40 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ 30 രൂപയാണ് കൊടുക്കലെന്ന് പറഞ്ഞു. 30 രൂപയല്ല 40 തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ കയ്യിൽ ചുരുട്ടി പിടിച്ച 10 രൂപ തന്നു. അതായത് 40 തന്നെയാണ് വാങ്ങല്, അല്ലെങ്കിൽ 40 തന്നെയാണ് കൊടുക്കാറുള്ളത്. ഡ്രൈവർമാർ ചിലപ്പോൾ 30 അറിയാതെ ആരെങ്കിലും വാങ്ങുന്നുണ്ടാവാം. അല്ലാത്ത കൃത്യമായ ചാർജ് 40 എന്ന് അവർക്ക് അറിഞ്ഞിട്ട് പോലും. അതുകൊണ്ടാണ് അവർ ഒരു കയ്യിൽ 10 രൂപ മടക്കി പിടിച്ചത്. നമുക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് തരാതെ വെറും 30 മാത്രം നമുക്ക് നീട്ടി. ചോദിച്ചപ്പോൾ ആ ഒരു 10 കൂടി തന്നു. ഇങ്ങനെ ആളുകളുണ്ട്, ഇങ്ങനത്തെ യാത്രക്കാരുണ്ട്. രസമാണ് ഈ പരിപാടി. ഇങ്ങനെയൊക്കെ പാടേക്ക് ഇങ്ങനെ. മക്കളെ എണ്ണയൊക്കെ തീർന്നു കേട്ടോ. ഇപ്പോൾ ഒരു 250 റുപ്യൻ്റെ എണ്ണയെ കുത്തണം. ഒരു പമ്പുള്ള ഭാഗത്തേക്ക് ട്രിപ്പ് ഇടാം. ഒരു 200 റുപ്യൻ്റെ ട്രിപ്പ് പോലും നമ്മൾക്ക് ഇന്ന് കിട്ടിയില്ലല്ലേ. എത്രങ്ങാനും ബാക്കിലാറോ? ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒരു 70 മീറ്റർ ബാക്കിലായിരിക്കും. 70 മീറ്റർ 100 ഉണ്ടാവും എന്ന് പറയാം. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇവിടെ 1:40 ഒരു ലോക്കലെടുത്ത് നമുക്ക് ചോറിനാൻ പോകാം. ആളുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ആളുകൾ. നമ്മളെയും വിളിക്കുമായിരിക്കും. പക്ഷേ എങ്കിൽ ലൈനിൽ കയറിയിട്ട് മണിക്കൂറുകളായി. സത്യം ഇതുവരെ എത്ര 270 ഓടിയിട്ടുള്ളൂ. ഈ ഓട്ടം മോശമായി കഴിഞ്ഞാൽ കണക്കൊക്കെ തെറ്റി. ഇപ്പോൾ ലോക്കലിട്ട് 300 ആക്കി. ചേവരെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. സാമ്പാറുണ്ട്, പയറുണ്ട്. ഇതെന്താ മീനോ? സൂത വരട്ടിയതുണ്ട്, പൊരിച്ചതുണ്ട്. അടിപൊളിയാ. ഇവിടെ ആര്യക്കുട്ടിനെ ഇന്ന് രാവിലെ തന്നെ കണ്ടിട്ടില്ല. ആ മുടിമലൊക്കെ എന്താ കളറാർക്കേ? കളർ ഇട്ടതാ? എന്നാ നീച്ചില്ല ചോർന്ന? എന്താ പ്രശ്നം? ഓളെ എന്തോ ചെറിയൊരു കുയിന്തിലാണ്. കുയിന്ത് തീർക്കട്ടെ.
ഞാനും ആര്യം വെള്ളത്തിന് പോവുകയാണ് അല്ലേ ആര്യ? അതിൻ്റെയൊക്കെ ചെറിയൊരു ബക്കറ്റ് ഉണ്ട്. എൻ്റെ അമ്മ ഉണ്ടാവില്ല കുടവും കൊണ്ടുപോയിരുന്നു. പനങ്കുരു ഇതാക്കണം. അച്ഛൻ വന്നും പനങ്കുരു റെഡിയാക്കണം. ഇപ്പോൾ പനങ്കുരുവിൻ്റെ പണിയാണല്ലേ? പനങ്കുരു പഴുത്ത പനങ്കുരുവിന് കിലോന് എന്താ 20 റുപ്യ ഉണ്ടോ അപ്പോൾ കിലോന്? 28 അല്ലേ? ഇത് കഴുകി കുറേ പണിയെടുക്കണ്ട. ആദ്യം പോയി പൊറുക്കി കൊണ്ടുവരണം. കഴുകി വൃത്തിയാക്കി ഉണക്കി എന്നിട്ടൊക്കെ ഉള്ളത് ഈ പറഞ്ഞ കിലോന് 28 കിട്ടുക അല്ലേ? പണി കുറേ എടുക്കാണ്ട്. ഏതായാലും ഞാൻ വെള്ളത്തിനായതുകൊണ്ട് ഇതുണ്ടോ? കാണിച്ചിട്ടുണ്ട്. ഇത് എന്നും ഉണ്ടല്ലോ. ഇവിടെ ചക്കയൊക്കെ ഉണ്ട്. കണ്ണില്ല തന്നെ? നമ്മളെ അയലോക്കത്തെ ചെക്കനാണ്. ഞാൻ നടക്ക്. കിണറിന് വല കേട്ടോ. അത് നന്നായിട്ടോ. കിണറിന് വല ഇട്ട് നന്നായി. ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആര്യ കിണറിന് വല ഇട്ട്. ഇത് ഒരുപാട് കാഴ്ചയുള്ള കിണറാണ് കേട്ടോ. വെള്ളം നല്ല വെള്ളം, നല്ല തണുപ്പേക്കാരം കുടിക്കാൻ. നല്ല ടേസ്റ്റും അടിപൊളിയാണ്. സൂപ്പറാ അല്ലേ? ഇതത്തെ വെള്ളോ? ഓക്കുണ്ട്. ഓക്കൊരു ബക്കറ്റും ഉണ്ട്. ഓള് ബക്കറ്റും കൊണ്ട് വന്നിക്കണ്. നമ്മളടുത്ത ബക്കറ്റാ? കിലോമീറ്റർ കണക്കിനാവേണ്ടത്. മുമ്പ് ഞാൻ കുറേ മുക്കിയതാണ്. പിന്നെ ഈ പൈപ്പൊക്കെ ഉണ്ടായെന്നും അതിന് വെള്ളം കുടിക്കാൻ എടുക്കൂലായിരുന്നു ഞങ്ങളെ വെള്ളം. അന്ന് ഇവിടുന്ന് മുക്കി സ്കൂൾ വിട്ട് വന്നിട്ട് വെള്ളം മുക്കുമായിരുന്നു. എന്നിട്ട് ചോറ് വെക്കും. കറി ഉണ്ടാക്കില്ല. ചോറ് ചായ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കളിക്കാൻ തന്നെ പോവുക. അനക്കൊക്കെ സുഖമല്ലേ? ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. മഴ പെയ്തു. 3:15 നേരമായി മഴ പെയ്തു. മഴ പെയ്തപ്പോൾ കയറി നിൽക്കാനുള്ള കാരണം എന്താ പറയുക? മഴ മാത്രം പേടിച്ചാൽ പോരാ. ഇവിടെ തെങ്ങൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താ പറയുക, നാളെ പട്ടയൊക്കെ ചാടും അല്ലേ? ഇത് എൻ്റെ വല്യമ്മൻ്റെ വീടാണ്. അടുക്കളയൊക്കെ കോൺക്രീറ്റ് ഇട്ട് വെച്ചേക്കുന്നുണ്ട്. അടുക്കളയാട്ടോ, ക്യാമറ അടുക്കളയാണ്. ഇതിൻ്റെ ബാക്കോട് പോയി കഴിഞ്ഞാൽ ഒരു ഓക്കെ സാറായി. സൂര്യക്കുട്ടിൻ്റെ വീടാണതേ അല്ലേ? അപ്പം മഴ പെയ്ത് ഞങ്ങളിവിടെ കയറിയിരുന്നു. ഈ മഴ ചോരണമാതിരി തോന്നണില്ല കേട്ടോ. പനി പാടി. അപ്പം അങ്ങാടിക്ക് പോകാനും കഴിയില്ല. വണ്ടി അവിടെ നനഞ്ഞിക്കാവും. ഇപ്പം ശരിയായിക്കണ ആര്യ നമ്മളെ വണ്ടി നനയല്ല അവിടെ. മഴ പോയിട്ടോ, മഴ പോയി. വെള്ളമൊരു മുക്കുണ്ട്. മുമ്പൊക്കെ ഞാനൊക്കെ കുട്ടീൻ്റെ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് വീടിൻ്റെ മുന്നിൽ പ്ലാവുണ്ടാകും. അന്ന് ആ പ്ലാവുമ്പോൾ കൂടെ ഇതേപോലെ ഇങ്ങനെ വെള്ളം വരും. എന്നിട്ട് അന്ന് അമ്മ ഒരു തുണി ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇവിടെ ഉണ്ട് വെള്ളം ചാടുന്ന എൻ്റെ കൈൻ്റെ ഇതിൽ. അങ്ങനെ ചാടുന്ന വെള്ളം ഒരു അരിപ്പ് വെച്ച്, അതായത് നമ്മളിതിൻ്റെ മുന്നേ ഒരു ഇവിടെ നിന്ന് വെള്ളം എടുത്തപ്പോൾ തുണി വെച്ചില്ല എന്നതുപോലെ തുണി വെച്ചാണ്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കുമായിരുന്നു. അത് തെങ്ങിൽ നിന്നുള്ളതല്ല, പ്ലാവിൻ്റെ ഇല എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുക, പ്ലാവിൻ്റെ ഇല. അപ്പോൾ നമുക്ക് വെള്ളം ചാടിയത് മൊറ്റ കൂടെ ഇങ്ങനെ വരാനും ആ വരുന്ന വെള്ളം നമുക്ക് തുണി കെട്ടിയെടുക്കാനൊക്കെ എടുത്തിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അത് കുടിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചാടണുണ്ടോ, ഈ ഒരു ചാട്ടം ഇങ്ങനെ ചാടി കിട്ടും ഇങ്ങനെ ഒരു തുണി കെട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഒക്കെ അറിയില്ല. എന്തായി ഓളെ കുടം നിറഞ്ഞോ? ഇത് മതി. ഇത് പൊന്തോ? അത് പൊന്തിച്ചാ വെള്ളം പറഞ്ഞോ? അങ്ങനെ വേണ്ടി വരും. ഫുള്ള് ഉണ്ടായാലും പൊന്തുള്ള കാരണാണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫുള്ള് പൊന്ത് പൊന്തുണ്ടായ കണ്ടോ? ഒരു ഗ്ലാസ് ചായ കൂടി കുടിച്ചിട്ട് പോകാൻ നേരത്തെ ഞങ്ങൾ വെള്ളത്തിന് പോകുമ്പോൾ ചായ കൊണ്ടെന്ന് വെച്ചിരുന്നു. 2 കുടം വെള്ളം നമുക്ക് കുടിക്കാൻ മാത്രമാണ്. ബക്കറ്റ് വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നത് അത് ടാങ്കിക്ക് പോകാം അല്ലേ?
മറ്റേ നമ്മൾ കുടിക്കാന് അല്ലേ? നമ്മൾ സ്റ്റാൻഡിന്റെ പിരി പോയിട്ടോ, പിരി പോയി. അതുകൊണ്ട് കയ്യിൽ തന്നെ പിടിക്കേണ്ടതെന്ന് ക്ലിയർ ആക്കണം. വീട്ടിലെത്തിയിട്ട് വേണം ക്ലിയർ ആക്കുക. ഉച്ചയ്ക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ല. ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടതുകൊണ്ട് വീട്ടിൽ രാത്രി എത്തിയിട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ വാങ്ങിയ ചക്ക വീട്ടിൽ കൊടുക്കാനും മറന്നത്. ഏതായാലും ഞാനിപ്പോൾ ഒരു 90 രൂപയുടെ ട്രിപ്പ് പോയിട്ട് ഇങ്ങനെ മടങ്ങി പോവുകയാണ് അങ്ങാടിയിലേക്ക്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ട്രിപ്പ് കിട്ടിയത് ഇപ്പോൾ ഇതാണ്. അപ്പോൾ 340 430 രൂപ. അതാണ് ഇപ്പോൾ ഇന്നത്തെ ഫുള്ളോട്ടം എന്ന് പറയുന്നത്. ഈ നേരം വരെ, ഈ നേരം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമായി. ഇപ്പം തന്നെ 5:35 5:35 നേരമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓട്ടത്തിൻ്റെ അവസ്ഥ. വളരെ മോശം എന്ന് പറഞ്ഞാൽ കാരണം മോശം. എനിക്ക് അടുത്ത ഭാഗത്തൊന്നും ഉണ്ടായില്ല, അപ്പോൾ അടുത്തൊന്നും ഉണ്ടായില്ല. മുന്നിലിരിക്കുമായിരുന്നു. ഒരു ലോക്കൽ കൂടി കിട്ടി നമുക്ക്. അതാണ് 50 രൂപയുടെ ട്രിപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു നേരം വരെ, ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:45 ആവാനായി. 6:45 നേരം വരെ ഞാൻ ഓടിയത് 430 60 490 രൂപ. 490 രൂപ മക്കളെ. നല്ല പുകഞ്ഞ ദിവസമാണ്, പുകഞ്ഞ ദിവസം. കുഴപ്പമില്ല, നാളെ പിടിക്കാൻ മതി. അങ്ങനെയെങ്കിൽ 490 നിന്നും 590 നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. 100 രൂപയുടെ ട്രിപ്പാണ്. മാണമ്പലത്തിൽ നിന്ന് കുറച്ചും കൂടി ദൂരത്തേക്ക് പോരാൻ വേണ്ടിയിട്ട്. അവിടെ അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇത് സ്റ്റാൻഡിലേക്കാണോ വീട്ടിലേക്കാണോ തീരുമാനിച്ചത്. ഇത്തരം ഏരിയകളിലൂടെ രാത്രി വരുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേങ്കിൽ ഈ ഏരിയയിലൊക്കെ നന്നായിട്ട് പന്നികളുണ്ട്. ഇപ്പോൾ വണ്ടിൻ്റെ മുന്നിൽ നിന്നൊക്കെ ചാടാൻ സാധ്യത കൂടുതലാണ്. റബ്ബറിലൊക്കെ വല്ല വെള്ളപ്പൊക്കാരുണ്ടാവോ? അതിലൊക്കെ ഒരു വെള്ളത്തുണി പാറിപ്പോയാൽ മതി നമ്മൾ പേടിക്കാൻ. എന്താ പറയുക, ഒരു വെള്ളക്കീസ് ഇങ്ങനെ പറന്നാൽ മതി. ഇവിടെയൊക്കെ വിറക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകൾ. ഈ റബ്ബറേ ഇപ്പോൾ മഴയും കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് റബ്ബറിൽ നിന്നും വിറക് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട് അരികിലായിട്ട്. ഏതായാലും കൊള്ളാം, പൊളി റോഡ്. അപ്പോൾ ആ ഒരു വണ്ടി നമ്മൾ പാസ് ചെയ്ത് പോയത്. ഇവിടെ ഒരു എന്താ പറയുക 1/2 കിലോമീറ്ററിൻ്റെ ഏറെ ദൂരത്തേക്ക് ഇവിടെ വീടുകളില്ല എന്നുള്ളതാണ്. ഈ 2 സൈഡിലും വീടുകളുള്ള റബ്ബറാണ്, ഫുള്ളായിട്ട് റബ്ബറാണ്. സമയം 8 മണിയായി. ഞാൻ പോവുകയാണ്. എൻ്റെ മുന്നിൽ 8 വണ്ടിയുണ്ട്. 8 വണ്ടി കണ്ടിട്ട് ട്രിപ്പ് കിട്ടുന്നു യാതൊരു പ്രതീക്ഷയില്ല. അപ്പോൾ പിന്നെ നമ്മൾ നൈസായിട്ട് പോയിട്ട് ഞാൻ പോയിട്ട് എഡിറ്റിങ് പരിപാടിയൊക്കെ നോക്കട്ടെ. ആ ചക്ക നാസാകാൻ വേണ്ടി പാടില്ല. 8 മണിക്ക് 5 മിനിറ്റ് ഞാൻ പോവാം. ചെങ്ങന്മാരെ സ്റ്റാൻഡിൽ ലാസ്റ്റ് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഒരു 10 മിനിറ്റ് കൂടി ആക്കിയിട്ട് ആ 8 മണി റൗണ്ട് ആയിക്കോട്ടെ എന്ന് കയറി നിന്നപ്പോൾ 8 മണിക്ക് നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടി. അത് ഒരു 120 രൂപയുടെ ട്രിപ്പായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ 590 നിന്നും 690 710 രൂപ 710 രൂപയ്ക്ക് നമ്മൾ ഓടി. വാവ്, കൊള്ളാം. ഇനി നേരെ വീടാണ്. ഇനി എവിടേക്കുമില്ല, അങ്ങാടിയൊന്നുമില്ല. നേരെ വീട്ടിലേക്ക് കേട്ടോ. നെക്കി പൊട്ടിച്ചണ്ട അത് അമ്മ കണ്ടിക്കണ ഈ സാധനം. ആ സാധനം ഇവിടെ ആരൊക്കെ കണ്ടിക്കണ് നോക്കട്ടെ. ആരൊക്കെ കണ്ടിക്കണ് നോക്കണല്ലോ. സൗണ്ട് കുറച്ച്. എന്താണത്? വെല്ല എടുക്കണം. റംബുട്ടാനോ? അപ്പോൾ അത്ര വലിയ റംബുട്ടാനോ? ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ചെങ്ങാൻ മറ്റേ റംബുട്ടാനെ മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഇത് കണ്ടിക്കണം നിങ്ങൾ ഈ ഒരു വയസ്സിനിടയിൽ? മുള്ളൻ ചക്കയല്ല, മുള്ളൻ ചക്ക അല്ല. നമ്മളെ നിങ്ങൾ പറയണ മുള്ളൻ ചക്ക ഉറപ്പാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചു. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുമ്പോൾ മുള്ളൻ ചക്ക എന്ന് പറയും. ഇജ്ജ് കണ്ടിക്കണോ? ഞാൻ ഒന്ന് പൊട്ടിച്ചാണെ ഒന്ന് പൊട്ടിച്ചു നോക്കുക നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ. സംഭവം കണ്ടിക്കണല്ലാതെ അതന്നെ പറഞ്ഞ ഞാൻ തിന്നിട്ടില്ല. അടുത്ത അല്ലേ ഞങ്ങത് കാണാൻ കണ്ടിക്കണ. കിട്ടി. കുരു തൊള്ളേക്ക് പോലെട്ടോ ഒന്നായിട്ട്. വല്ല തിന്നാ മതി കേട്ടോ. രസമുണ്ട്. അപ്പം അത് നോട്ടെ. പുള്ളിയ? അയ്യോ പെട്ടോ അത് നമ്മള്. ഇതൊരു പുള്ളിയും മധുരം കൂടി കൂടിയിട്ട് ഇതിൻ്റെ കുരു ഉണ്ടോ? എനിക്കിത് തിന്നുമ്പോൾ നമ്മളെ ചോരക്കട്ടപ്പഴത്തിൻ്റെ ഒക്കെ ഒരു അതുപോലെയൊക്കെ തോന്നാം. ഓക്കും കൊടുക്കി അടുക്ക്. അതിന് വേറെ സമയമൊന്നും കാക്കണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരും തിന്നുമ്പോഴല്ല അതിൻ്റെ രസം. ആരൊക്കെ ഇഷ്ടമായാൽ മതി. മറ്റെന്താ വെച്ചാൽ ഇന്ന് മുട്ടായില്ല. മുട്ടായിക്ക് പകരം നമ്മളിത് വാങ്ങിയത് അല്ലേ?
ആ അങ്ങനെ കിട്ടും കുരു. കുരു തൊള്ളയിൽ പോകണം നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ള അങ്ങനെയാണ്. ഇതിന് കിലോന് 280 രൂപയാണ്. 100 രൂപയ്ക്ക് 2 എണ്ണം. 2 എണ്ണം മതി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് 2 എണ്ണമൊക്കെ തന്നെ നമ്മൾ 4 ആൾ തിന്നുള്ളൂ അല്ലേ? അത്രയൊക്കെ തന്നെ തിന്നുള്ളൂ. നിങ്ങൾ സാധനം ഇത് ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നായൻ്റെ ഒച്ചയൊക്കെ ഇജ്ജ് പറഞ്ഞോ, ഇജ്ജ് പറയുന്നത് എങ്ങനെ നായ വെച്ച ഉണ്ടാക്കണേ? ഇതാണ് സാധനം. അപ്പോൾ അതും ടേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ക്യാമറയിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്യണം, കുളിക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പോഴേക്ക് ഇപ്പോൾ 8:30 ഒരു 11-11:30 ആവും. ഇത്രയും നേരം വൈകി കിടക്കണോണ്ടാണ് ഞാൻ ചോറ് തിന്നണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ കിടത്തം. അങ്ങനെ കിടക്കുമ്പോഴേക്ക് രാവിലെ എണീക്കാൻ നേരം വൈകുകയാണ്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ആക്കിക്കാ. നാളെ വരാം. ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞതാ. ഗുഡ് നൈറ്റ്.